എത്രയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന നല്ല വിറകടുപ്പിൽ ചുട്ടിട്ടുള്ള നല്ല മെതുമെതാന്നുള്ള നല്ല സോഫ്റ്റ് ദോശയും അതിൻ്റെ കൂടെ നാടൻ ചമ്മന്തിയും അത് നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ് കേട്ടോ. ഇത് ഞാനൊരു ചമ്മന്തിയാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. റോസ് കളറിലും അരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് അരച്ച ഒരു ചമ്മന്തി, നാടൻ സ്റ്റൈലാണ്. കാണാൻ വരൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. ഇപ്പോൾ അമ്മിക്കല്ലിലൊന്നും അരയ്ക്കാനായിട്ട് കുറച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്സിയിലെ ജാറിൽ തന്നെയാണ് അരയ്ക്കുക എളുപ്പം. അപ്പോൾ നമ്മൾ നല്ല തിരുകിയ പച്ച തേങ്ങ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പഴുപ്പൽ തേങ്ങയാണ് എപ്പോഴും ചമ്മന്തിക്ക് നല്ലത്. ഒത്തിരി ഉണക്കിയതും വേണ്ട, മൂക്കാത്തതും ആവരുത്, അതിൻ്റെ ഇടയ്ക്കുള്ള പാകം. അതിലേക്ക് നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ഞാനിട്ടത്. പിന്നെ 2-3 ചുമന്നുള്ളിയാണ് മാത്രം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്രയും വെച്ച് നന്നായിട്ട് അരച്ചാൽ മതി. നമ്മുടെ നാടൻ ചമ്മന്തി അപ്പം തന്നെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഓരോ രുചിയിലും ചമ്മന്തികൾ മാറി മാറി നമ്മൾ നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ പല രീതിയിലുമാണ് ദിവസവും ചമ്മന്തി ഒരേപോലെയല്ല അരയ്ക്കുന്നത്. ചട്നിയാണ് കേട്ടോ ഈ ചമ്മന്തി എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാടൻ ഭാഷയിൽ ചമ്മന്തി എന്നാണ്. നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് ഒരു ഉണക്കമുളകും പിച്ചിയിട്ട് കുറച്ച് കറിവേപ്പിലയും നാടൻ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ ചമ്മന്തിയിലേക്ക് ചമ്മന്തി ചൂടാക്കാറില്ല. കാരണം ഇത് നമ്മൾ രാവിലെ തന്നെ എടുത്ത് തീർക്കണം, നമ്മൾ വെച്ചുകൊണ്ടിരിക്കലില്ല. അങ്ങനെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ചമ്മന്തി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നാടൻ ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്ന ദോശ, എന്താ പറയുക, നല്ല മെത്ത പോലത്തെ ദോശയാണ് കേട്ടോ. അതായത് നല്ല തട്ടുകളുടെ ദോശ പോലെ ഇരിക്കണം. നല്ല ഉഴുന്നൊക്കെ നല്ല ഫ്ലഫി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ അത്ര സോഫ്റ്റായിട്ട് ദോശ കിട്ടത്തുള്ളൂ. ആ ദോശയിലേക്ക് നമ്മൾ ചട്നി ഒഴിച്ച് നല്ല കുതിർത്തി എടുത്തിട്ട് കഴിക്കാനുണ്ടല്ലോ, എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയാണെങ്കിൽ അടിപൊളി. എൻ്റെ ഇഷ്ടം അതാണ്. നിങ്ങൾക്കുടെ ഇഷ്ടം ചായ ആയിരിക്കാം. വേറെ ഒന്നും വേണ്ട, സാമ്പാറൊന്നും വേണ്ട. നമുക്ക് ഈ ചട്നി തന്നെ ഒഴിച്ച് നല്ല കുതിർത്തി ദോശ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ഇടാൻ മറന്നു പോകുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറന്നു പോവുകയാണോ എന്തോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.